ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഓലനാണ്, സദ്യയിലെ സുന്ദരൻ കറി. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായി ഓലൻ കുക്കറിൽ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുമ്പളങ്ങ അല്ലെങ്കിൽ വൈറ്റ് പംകിൻ, കുരുവൊക്കെ കളഞ്ഞു വന്നാൽ ഒരു 200 ഗ്രാം ഒക്കെ ഉണ്ടാകും. ഒരു ഉരുളക്കിഴങ്ങ്, 2 മീഡിയം സൈസ് സവാള, 4 എരിവുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് വേപ്പില, 1.5 കപ്പ് നാളികേരം, 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നാളികേരം ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് നല്ല ഫൈനായി അരച്ച് ആദ്യ പാലും രണ്ടാം പാലും സെപ്പറേറ്റ് മാറ്റിയെടുത്തു വെക്കണം. ഞാൻ ഇതിനു മുന്നും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, നാളികേരം അരയ്ക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം ചേർത്താൽ നാളികേരം നന്നായി അരഞ്ഞ് നന്നായി പാലെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത നാളികേരമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ഇനി ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓലം വെക്കുമ്പോൾ കുമ്പളങ്ങ വളരെ നൈസായി അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചി നന്നായി ചതച്ചെടുത്തും പച്ചമുളക് നടുകീറിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും സവാളയും നല്ല ഫൈനായി ചതച്ച ഇഞ്ചിയും നടുകീറിയ പച്ചമുളകും വേപ്പിലയും 1/2 കപ്പ് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു വിസിൽ വരുത്തി വേവിച്ചെടുക്കണം. ഒരു വിസിലിൽ കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഓലനിൽ നമുക്ക് വേണമെങ്കിൽ ഉണക്കപ്പയർ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പയർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ച ശേഷം വെജിറ്റബിൾസിന്റെ ഒപ്പം തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാം. ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ച് വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ ഓലൊന്ന് കൊഴുപ്പ് കൂടുതലായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളവന്ന ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മീതെ ചിറ്റിച്ചൊഴിച്ചു കൊടുത്ത് കുക്കർ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. ഇതിനു മുന്നേ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ മണമൊക്കെ ഓലനിലേക്ക് നന്നായി ഇറങ്ങുകയും നാളികേരപ്പാലൊക്കെ കുറുകി ഓലൻ നല്ല സെറ്റായി കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റാവുന്നതും ടേസ്റ്റിയുമായ ഓലൻ റെഡി. അപ്പോൾ സദ്യയിലെ ടേസ്റ്റിയായ ഒരു വിഭവമായ ഓലൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ bye, take care, stay healthy and be happy. Thank you.